എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ ഡിസംബർ 20-ാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സംസ്ഥാനത്ത് ഇടവേളയ്ക്ക് ശേഷം കോവിഡ് കേസുകൾ കുതിച്ചുയരുകയാണ്. കേരളത്തിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 115 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ഇതോടെ സംസ്ഥാനത്ത് ആകെ രോഗികളുടെ എണ്ണം 1749 കേന്ദ്ര ആരോഗ്യ മന്ത്രാലയമാണ് ഈ കണക്കുകൾ പുറത്തുവിട്ടിട്ടുള്ളത്. 142 കേസുകളാണ് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ മരണം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കഴിഞ്ഞ ദിവസം 112 പേർ രോഗമുക്തി നേടി. കോവിഡ് വകഭേദം JN1 കേരളത്തിൽ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജാഗ്രതയും തയ്യാറെടുപ്പും ശക്തമാക്കണമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം സംസ്ഥാനത്തോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഏതാനും ആഴ്ചകളായി കേരളത്തിൽ കോവിഡ് കേസുകൾ കൂടി വരുന്നുണ്ട്. വിദേശത്ത് നിന്ന് എത്തുന്നവർ പൊതുവെ കൂടുതലുള്ള കേരളത്തിൽ ജാഗ്രത പുലർത്തണം എന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ലോകത്ത് പുതുതായി റിപ്പോർട്ട് ചെയ്ത കോവിഡ് കേസുകളിൽ നല്ലൊരു പങ്കും കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള JN1 വകഭേദമാണ് എന്നതാണ് കണക്ക്. അതേസമയം പുതിയ കോവിഡ് കേസുകളിൽ ഭൂരിഭാഗവും നേരിയ രോഗലക്ഷണങ്ങൾ മാത്രമാണ് ഉള്ളത് എന്നും കാര്യമായ ചികിത്സയൊന്നും ഇല്ലാതെ തന്നെ ഇത് ഭേദമാകുന്നുണ്ട് എന്നും ICMR വ്യക്തമാക്കി. എന്നാൽ സംസ്ഥാനത്തെ കോവിഡ് കേസുകളിൽ ആശങ്ക വേണ്ട എന്നും എറണാകുളം, തിരുവനന്തപുരത്തും പ്രത്യേക ശ്രദ്ധ വേണമെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി. ആരോഗ്യവകുപ്പും മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പും ഏകോപന പ്രവർത്തനങ്ങൾ നിർവഹിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ആശുപത്രികളിൽ കോവിഡ് രോഗികൾക്ക് പ്രത്യേക സൗകര്യമൊരുക്കണമെന്നും യോഗം നിർദ്ദേശിച്ചു. ആശുപത്രിയിൽ എത്തുന്ന എല്ലാ ആളുകളും മാസ്ക് ധരിക്കണമെന്നും യോഗം നിർദ്ദേശിച്ചിട്ടുണ്ട്. ലക്ഷണങ്ങൾ ഉള്ളവരെ മാത്രമാണ് കോവിഡ് പരിശോധനയ്ക്ക് വിധേയമാക്കുക. റേഷൻ കാർഡുള്ളവർക്കുള്ള അറിയിപ്പാണ് ഇനി. കൺസ്യൂമർ ഫെഡ് എല്ലാ ജില്ലകളിലും ക്രിസ്മസ് പുതുവത്സര ചന്തകൾ തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ചു. ഇതിനായി സർക്കാർ സഹായമായി 1,34,00,000 രൂപ അനുവദിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. നിത്യോപയോഗ സാധനങ്ങൾ വില കുറച്ച് വിതരണം ചെയ്യാൻ ഈ സബ്സിഡി ഉപയോഗിക്കുമെന്നും ധനമന്ത്രി പറഞ്ഞു. ഉത്സവകാല വിപണി ഇടപെടലിൽ 75 കോടി രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയിട്ടുള്ളത്. ഉത്സവകാല വിൽപ്പനയ്ക്ക് ശേഷം സബ്സിഡി തുക അനുവദിക്കുന്നതാണ് രീതി. ഇത്തവണ മുൻകൂറായി കൺസ്യൂമർ ഫെഡിന് തുക അനുവദിച്ചു എന്നും ധനമന്ത്രി പറഞ്ഞു. സപ്ലൈകോയുടെ ഓണച്ചന്തകൾ വ്യാഴാഴ്ച മുതൽ തുടങ്ങും എന്നും ധനമന്ത്രി ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. പക്ഷേ വെറും 6 ജില്ലകളിൽ മാത്രമാണ് സപ്ലൈകോയുടെ ഓണച്ചന്തകൾ പ്രവർത്തിക്കുന്നത്. എന്നാൽ കൺസ്യൂമർ ഫെഡിന്റെ ഫെയറുകൾ എല്ലാ ജില്ലകളിലും ഉണ്ടാകും. 5 മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയിൽ 1 മാസത്തെ പെൻഷൻ അനുവദിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവിറങ്ങി. ഓഗസ്റ്റ് മാസത്തെ പെൻഷനാണ് നൽകുന്നത്. ക്രിസ്മസിന് മുമ്പ് ഗുണഭോക്താക്കൾക്ക് എത്തുന്ന വിധം ക്രമീകരണം ഉണ്ടാക്കാനാണ് ധനവകുപ്പ് നിർദ്ദേശം. ഈ മാസം കൂടി ചേർത്ത് 5 മാസത്തെ ക്ഷേമ പെൻഷൻ ഇപ്പോൾ കുടിശ്ശികയാണ്. കിഫ്ബിയും പെൻഷൻ കമ്പനിയും എടുത്ത 3,140 കോടി രൂപ കടമെടുപ്പ് പരിധിയിൽ ഉൾപ്പെടുത്തിയ നടപടി കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ താൽക്കാലികമായി മരവിപ്പിച്ചിരുന്നു. പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഉത്തരവ് ഇറക്കി എന്ന് പറയുന്നുണ്ട്. എങ്കിലും വെബ്സൈറ്റിൽ ഇതുവരെ ഉത്തരവിൻ്റെ പകർപ്പെത്തിയിട്ടില്ല. അത് വന്നാലേ എന്നാണ് വിതരണം തുടങ്ങും എന്ന് കൃത്യമായിട്ട് പറയാൻ കഴിയൂ. മറ്റൊരു അറിയിപ്പ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നൽകുന്ന എല്ലാ സേവനങ്ങളും ഓൺലൈനായി ലഭ്യമാക്കുന്ന K-സ്മാർട്ട് എന്ന സംയോജിത സോഫ്റ്റ്വെയർ ജനുവരി 1-ന് മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനുകളിലും പ്രവർത്തനം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. തദ്ദേശ സ്ഥാപനങ്ങളുടെ കാര്യക്ഷമത, സുതാര്യത എന്നിവയെല്ലാം വർദ്ധിപ്പിക്കാനും അഴിമതി ഇല്ലാതാക്കാനും പൗരന്മാർക്ക് സേവനം അതിവേഗം ലഭ്യമാക്കാനും ഇതിലൂടെ കഴിയുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനുവരി 3-ന് കേരളം സന്ദർശിക്കുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ അറിയിച്ചു. 3-ന് 3 മണിക്ക് തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ 2 ലക്ഷം വനിതകളെ പങ്കെടുപ്പിച്ച് സ്ത്രീശക്തി മോദിക്കൊപ്പം എന്ന മഹിളാ സമ്മേളനം അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി സംസാരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ലോക്സഭാ ഇലക്ഷനിൽ തിരുവനന്തപുരത്ത് മോദി മത്സരിച്ചേക്കും എന്നുള്ള അഭ്യൂഹങ്ങൾ ഇപ്പോൾ ശക്തമാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം കേന്ദ്ര സർക്കാർ വീണ്ടും പൊതുമേഖലാ ബാങ്ക് ലയന നടപടികളിലേക്ക് കടക്കുകയാണ് എന്ന സൂചനകൾ പുറത്തുവരുന്നു. പാർലമെന്റിന്റെ നിയമനിർമ്മാണ സമിതി കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട അജണ്ടയിലാണ് ലയനം സംബന്ധിച്ച ചർച്ചകൾ വീണ്ടും തുടക്കമിട്ടിട്ടുള്ളത്.
ലയന നടപടികൾ 1949 ബാങ്കിംഗ് റെഗുലേഷൻ നിയമപ്രകാരം ചർച്ച ചെയ്യാൻ 4 ബാങ്കുകളുടെ പ്രതിനിധികളുമായി സമിതി അംഗങ്ങൾ വൈകാതെ കൂടിക്കാഴ്ച നടത്തുമെന്നാണ് അജണ്ടയിൽ ഉള്ളത്. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, യൂക്കോ ബാങ്ക് എന്നിവയുടെ പ്രതിനിധികളുമായി ജനുവരി 2-നും ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, ബാങ്ക് ഓഫ് ഇന്ത്യ എന്നിവയുടെ പ്രതിനിധികളുമായി ജനുവരി 6-നും ഗോവയിൽ കൂടിക്കാഴ്ച നടത്തുമെന്നാണ് അജണ്ടയിൽ പറഞ്ഞിട്ടുള്ളത്. ഇതോടെ യൂക്കോ ബാങ്കും യൂണിയൻ ബാങ്കും തമ്മിലും ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയും ഇന്ത്യൻ ബാങ്കും തമ്മിലും ലയിപ്പിക്കാൻ കേന്ദ്രം ആലോചിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിട്ടുള്ളത്. അതേസമയം ലയനം സംബന്ധിച്ച് ഉയരുന്നത് അഭ്യൂഹങ്ങൾ മാത്രമാണ് എന്ന് വിശദീകരണവുമായി ധനമന്ത്രാലയം രംഗത്തെത്തിയിട്ടുണ്ട്. പാർലമെന്റ് സമിതിക്ക് ബാങ്കിംഗ് ലയനം സംബന്ധിച്ച രൂപീകരണങ്ങളിൽ പങ്കില്ല എന്നും 2 ദിവസമായി ഗോവയിൽ സംഘടിപ്പിക്കുന്ന സമിതിയുടെ ചർച്ചകൾ അനൗദ്യോഗികം മാത്രമാണ് എന്നും ലയനം എന്ന വാക്ക് ഉപയോഗിച്ചിട്ടില്ല എന്നുമാണ് ധനമന്ത്രാലയ അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത്. 2017 മോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ 27 പൊതുമേഖലാ ബാങ്കുകളാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് 12 എണ്ണം മാത്രമാണ്. 2017 ഏപ്രിലിൽ തിരുവനന്തപുരം ആസ്ഥാനമായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ SBT അടക്കം 5 അസോസിയേറ്റ് ബാങ്കുകളെയും ഭാരതീയ മഹിളാ ബാങ്കിനെയും കേന്ദ്രം മാതൃബാങ്കായ SBIയിൽ ലയിപ്പിച്ചു. തുടർന്ന് 2019 ദേന ബാങ്ക്, വിജയ് ബാങ്ക് എന്നിവയെ ബാങ്ക് ഓഫ് ബറോഡയിൽ ലയിപ്പിച്ചു. അതിനുശേഷം 2020 ഏപ്രിൽ 1-നാകട്ടെ രാജ്യം സാക്ഷ്യം വഹിച്ചത് മെഗാ ബാങ്ക് ലയനത്തിനായിരുന്നു. 10 ബാങ്കുകളെയാണ് കേന്ദ്രം ലയിപ്പിച്ച് 4 വലിയ ബാങ്കുകളാക്കിയത്. ഓറിയന്റ് ബാങ്ക് ഓഫ് കൊമേഴ്സ്, യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നിവയെ പഞ്ചാബ് നാഷണൽ ബാങ്കിലും സിൻഡിക്കേറ്റ് ബാങ്കിനെ കനറ ബാങ്കിലും അലഹാബാദ് ബാങ്കിനെ ഇന്ത്യൻ ബാങ്കിലുമാണ് ലയിപ്പിച്ചത്. ആന്ധ്ര ബാങ്ക്, കോർപ്പറേഷൻ ബാങ്ക് എന്നിവയെ യൂണിയൻ ബാങ്കിലും ലയിപ്പിക്കുകയായിരുന്നു. ഈ ലയനത്തിന് ശേഷം ഇത്തരം ബാങ്കുകളിലുണ്ടായിരുന്ന ആളുകളുടെ IFSC കോഡുകൾ അടക്കമുള്ള വിവരങ്ങൾ മാറുകയുണ്ടായി. ചെക്ക് ബുക്കുകളിലും മാറ്റം വന്നു. ഇനിയുള്ള ഈ ബാങ്കുകൾ ലയിക്കുകയാണ് എങ്കിൽ അത്തരത്തിലുള്ള മാറ്റങ്ങളും ഉണ്ടാകും. അടുത്ത അറിയിപ്പ്, സൗദി ആരോഗ്യ മന്ത്രാലയത്തിലേക്കുള്ള കാർഡിയോ വാസ്കുലാർ ടെക്നീഷ്യന്മാരുടെ ഒഴിവുകളിലേക്ക് നോർക്ക റൂട്ട്സ് റിക്രൂട്ട്മെന്റ് സംഘടിപ്പിക്കുന്നു. കാർഡിയോ വാസ്കുലർ ടെക്നോളജിയിൽ BSc-യോ ഡിപ്ലോമയോ ആണ് വിദ്യാഭ്യാസ യോഗ്യത. 2 വർഷത്തെ പ്രവൃത്തി പരിചയവും വേണം. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അപ്ഡേറ്റ് ചെയ്ത ബയോഡാറ്റ, ആധാർ കാർഡ്, പാസ്പോർട്ട്, വിദ്യാഭ്യാസ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് എന്നിവയുടെ പകർപ്പ്, വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് വരുന്ന പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവ സഹിതം അപേക്ഷ നൽകേണ്ടതാണ്. rmt3.norcaroute@kerala.gov.in എന്ന ഇമെയിൽ ID-യിലേക്ക് നാളെ 2023 ഡിസംബർ 20-ന് ഉച്ചയ്ക്ക് 12 മണിക്ക് മുമ്പായി അപേക്ഷ നൽകണം എന്ന് നോർക്ക റൂട്ട്സ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ K. ഹരികൃഷ്ണൻ നമ്പൂതിരി അറിയിച്ചു. സൗദി ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലുള്ള സേവന വേതന വ്യവസ്ഥകൾ ലഭിക്കുന്നതാണ്. ശമ്പളത്തിന് പുറമെ താമസം, ഭക്ഷണം, വിസ, ടിക്കറ്റ് എന്നിവ സൗജന്യമാണ്. ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇന്റർവ്യൂ തീയതി, വെന്യൂ എന്നിവ നോർക്ക റൂട്ട്സിൽ നിന്നും അറിയിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് നോർക്ക റൂട്ട്സ് ഗ്ലോബൽ കോൺടാക്ട് സെന്ററിന്റെ ടോൾ ഫ്രീ നമ്പറുകളായ 1800 425 39 39 എന്ന നമ്പറിൽ ഇന്ത്യയിൽ നിന്നും 91 88 02 01 23 45 നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. സംസ്ഥാന സർക്കാരിന്റെ സ്ഥാപനമായ നോർക്ക റൂട്ട്സിന് മറ്റ് സബ് ഏജൻസികൾ ഇല്ല എന്നും അത്തരത്തിൽ ആരെങ്കിലും ഉദ്യോഗാർത്ഥികളെ സമീപിക്കുകയാണ് എങ്കിൽ അത് നോർക്ക റൂട്ട്സിന്റെ ശ്രദ്ധയിൽപ്പെടുത്തണം എന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. മറ്റൊരു അറിയിപ്പ്, റേഷൻ വിതരണത്തിനായി സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് സംസ്ഥാന സർക്കാർ 185.65 കോടി രൂപ അനുവദിച്ചു. റേഷൻ സാധനങ്ങൾ വിതരണത്തിന് എത്തിക്കുന്നതിനുള്ള വാഹന വാടക, കൈകാര്യ ചെലവ് എന്നിവയുടെ വിതരണത്തിനാണ് തുക. ഇവ വിതരണം ചെയ്യുന്നതിന് ആവശ്യമായ തുകയുടെ കേന്ദ്ര സർക്കാർ വിഹിതം 9 മാസമായിട്ട് ലഭ്യമായിട്ടില്ല. ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരവും അല്ലാതെയുമുള്ള റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ അനുവദിക്കേണ്ട തുക മുഴുവൻ കുടിശ്ശികയായിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ തുക അനുവദിച്ചിട്ടുള്ളത്. ഈ ഇനത്തിൽ 1 വർഷത്തേക്ക് ബജറ്റിൽ അനുവദിച്ചിരിക്കുന്ന മുഴുവൻ തുകയും ഇതോടെ ധനവകുപ്പ് അനുവദിച്ചു. സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവിലയിൽ മാറ്റമുണ്ടായിട്ടില്ല. പവന് 45,920 രൂപ, ഗ്രാമിന് 5,740 രൂപ. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക.
മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്ക്.